അത് ലോകം മുഴുവൻ ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ മുതലെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അദ്ദേഹത്തിന് നോബൽ പ്രൈസിന് റെക്കമെൻഡ് ചെയ്യുന്നു. അതാണ് പാകിസ്ഥാൻ ചെയ്തത്. അതുകൊണ്ടിപ്പോൾ അദ്ദേഹത്തിന് പാകിസ്ഥാനോട് വലിയ പ്രാതിനിധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെക്കാളും വലിയ സുഹൃത്തായി അദ്ദേഹം റെഫർ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഐറണി നോക്കിക്കോളൂ, നമ്മൾ ടെററിസത്തിനെതിരായിട്ടാണ് ഈ യുദ്ധം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ ആക്ച്വലി ടെററിസത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള യുദ്ധമാണ്. അതിനെതിരായിട്ടാണ് അദ്ദേഹം എല്ലാം ചെയ്യുന്നത്. ടെററിസം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ്റെ ആൻറ്റി ടെററിസത്തിൽ ഏറ്റവും കൂടുതൽ സുഹൃത്ത് പാകിസ്ഥാനാണെന്നാണ്. പാകിസ്ഥാനാണ് ഏറ്റവും വലിയ ടെററിസ്റ്റ് രാജ്യമെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ആൻറ്റി ടെററിസത്തിന് പാകിസ്ഥാൻ ഞങ്ങളുടെ ബന്ധുവാണെന്നാണ്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് ഇപ്പോൾ തൽക്കാലമുള്ള ഒരു സൗന്ദര്യപ്പണക്കമാണ് ഇന്ത്യയോട് എന്ന് തോന്നുന്നു. അത് കാലം കഴിയും തോറും നമ്മളും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായി. കാരണം പൊതുവേ ഇന്ത്യയോട് അമേരിക്കയ്ക്ക് പൊതുവെ രണ്ട് പാർട്ടികൾക്കായാലും പ്രത്യേക സൗഹൃദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നശിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ വശത്തു നിന്നും അദ്ദേഹത്തിൻ്റെ വശത്തു നിന്നുള്ള ചില പ്രവൃത്തികൾ കൊണ്ടും പ്രസ്താവനകൾ കൊണ്ടുമാണ്. അത് മാറി കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ.